മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് അവർ മടിയന്മാരായതുകൊണ്ടാണ് ഡിസിപ്ലിൻ ഇല്ലാത്തത് എന്നാണ്. എനിക്കതിനുള്ള വിൽ പവർ ഇല്ല, എനിക്കൊന്നിലും കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റുന്നില്ല, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പതുക്കെ അവർക്ക് അവരെ തന്നെ ഒരു വിശ്വാസം ഇല്ലാതാവും. കുറേ പ്ലാനൊക്കെ ഉണ്ടാകും, പക്ഷേ ഒക്കെ ബ്രേക്ക് ചെയ്യും. ഗോൾസൊക്കെ സെറ്റ് ചെയ്യും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. പ്രോമിസുകൾ മാറിക്കൊണ്ടിരിക്കും, സെയിം ഹാബിറ്റ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും സംഭവിക്കുന്നുണ്ടെങ്കിൽ ദെൻ നിങ്ങൾ തന്നെ പതുക്കെ വിശ്വസിക്കാൻ തുടങ്ങും ഞാനൊരു ഡിസിപ്ലിൻ ആവാൻ കഴിയാത്ത ഒരാളാണ് എന്ന്. ബട്ട് ഹിയർ ഈസ് ദ ട്രൂത്ത്. ഡിസിപ്ലിൻ ആവാൻ സാധിക്കാത്തത് ഒരു പേഴ്സണാലിറ്റി പ്രോബ്ലം ഒന്നുമല്ല, അതൊരു സിസ്റ്റം പ്രോബ്ലമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ നിങ്ങൾക്കും ഡിസിപ്ലിൻ ആവാനായിട്ട് സാധിക്കും. മച്ച് സിംപ്ലർ ദാൻ യു തിങ്ക്. Hello friends, it's me your brother and welcome back to another great episode. So, എന്താണ് ശരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു, രാവിലെ ആവുന്നു, സ്നൂസ് ബട്ടൺ ഞെക്കുന്നു. നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നു, പഠിക്കാനിരിക്കുന്നു, പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഫോണിൽ കളിച്ചിരിക്കുന്നു. എക്സസൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നു, പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും ഭയങ്കര ടയേർഡായി, സോ എക്സസൈസ് സ്കിപ്പ് ചെയ്തു. ഇതിങ്ങനെ ഒരു ലൂപ്പ് പോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ പ്രശ്നം മോട്ടിവേഷൻ ആണ് എന്ന്, അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ആണ് എന്ന്, അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെങ്ത് ആണ് എന്ന്. പക്ഷേ മിക്കപ്പോഴും ഇതിൻ്റെ റിയൽ റീസൺ കുറച്ചുകൂടി പ്രാക്ടിക്കലാണ്. നിങ്ങളുടെ എൻവയോൺമെൻറ്റ്, ഹാബിറ്റ്സ്, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ്, ഇതെല്ലാം നിങ്ങളുടെ ഡിസിപ്ലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാവും വർക്ക് ചെയ്യുന്നത്. യെസ്, അതാണ് ശരിക്കും പ്രോബ്ലം. കൂടുതൽ ആൾക്കാരും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. വിൽ പവർ ഭയങ്കര വീക്കാണ്. അത് നിങ്ങൾ വീക്ക് ആയതുകൊണ്ടല്ല, ഹ്യൂമൻ ബ്രെയിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എനർജി കൺസേർവ് ചെയ്ത് ഡിസ്കംഫോർട്ട് ആവുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാവാൻ തുടങ്ങിയാൽ മതി, അപ്പം തന്നെ ബ്രെയിൻ അതിനേക്കാൾ ഈസി ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഈസി ആയിട്ടുള്ളത് എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിൻ അത് ചൂസ് ചെയ്യും. പഠിക്കുന്നതിനേക്കാൾ ഈസിയാണ് ഫോണിൽ കളിച്ചിരിക്കാൻ, എഴുന്നേൽക്കുന്നതിനേക്കാൾ ഈസിയാണ് ബെഡിൽ തന്നെ കിടക്കാൻ, വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ, സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് സ്കിപ്പ് ചെയ്യാനായിട്ട്. അത് നോർമൽ ബ്രെയിൻ ബിഹേവിയർ ആണ്. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങളെപ്പോഴും ഈ മോട്ടിവേഷനെയും വിൽ പവറിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ഡിസിപ്ലിൻ എപ്പോഴും ഇമ്പോസിബിൾ ആയിരിക്കും. ബിക്കോസ് മോട്ടിവേഷൻ ഡെയിലി മാറിക്കൊണ്ടിരിക്കും, പക്ഷേ എൻവയോൺമെൻറ്റ്, ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ഒരു മാറ്റവും വരുത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും മാറ്റം വരില്ല. സോ എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യുക? അതിനാദ്യം നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ എൻവയോൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങാം. ദാറ്റ്സ് ഇറ്റ്. റിയൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളെ സ്വയം കുറേ ഫോഴ്സ് ചെയ്യുന്നതല്ല, പകരം ശരിയായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മാക്സിമം ഈസി ആക്കുക എന്നതാണ്. ലെറ്റ്സ് മേക്ക് ദിസ് പ്രാക്ടിക്കൽ. നിങ്ങൾക്ക് കൂടുതൽ നേരം പഠിക്കണോ, പക്ഷേ എപ്പോഴും നിങ്ങളുടെ ഫോൺ അടുത്ത് തന്നെയാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് വിൽ പവർ അല്ല, ഡിസ്റ്റൻസ് ആണ്. ഫോൺ നിങ്ങൾ വേറെ റൂമിൽ കൊണ്ടുവയ്ക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ PDF നോക്കിയിട്ടാണ് പഠിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം വേണ്ടതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഫോൺ എയർപ്ലെയിൻ മോഡിലിടുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്യാം. വേണമെങ്കിൽ ആപ്പ് ബ്ലോക്കേഴ്സും യൂസ് ചെയ്യാം. ഡിസ്ട്രാക്റ്റഡ് ആവാൻ ഹാർഡായാൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഈസിയാവും. നിങ്ങൾക്ക് രാവിലെ നേരത്തെ എണീക്കണോ, പക്ഷേ അലാറം കിടക്കുന്നതിൻ്റെ കയ്യെത്തും ദൂരത്ത് തന്നെയാണോ? ദെൻ ഓഫ് കോഴ്സ് നിങ്ങൾ സ്നൂസ് ചെയ്യും. നിങ്ങളുടെ ബെഡിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് അലാറം വയ്ക്കാം. അതായത് അലാറം ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഓഫ് ആക്കണം. അങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് കുറച്ചുകൂടി ഈസിയാവും. ബിക്കോസ് തിരിച്ച് ഉറങ്ങാൻ പോകണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ. നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യണോ, ദെൻ നിങ്ങൾ റെഡി ആയിട്ട് ഫീൽ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ബിക്കോസ് അങ്ങനെ ആയാൽ നിങ്ങളെപ്പോഴും പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് പകരം ഒരു ഫിക്സഡ് ടൈം കൊടുക്കാം, എല്ലാ ദിവസവും ഒരേ സമയം. അതങ്ങോട്ട് മൈൻഡിൽ ഫിക്സ് ചെയ്യുക. പിന്നെ ആ ടൈം എത്തുമ്പോൾ കൂടുതൽ ഓവർ തിങ്കിങ് ഒന്നും വേണ്ട. ഞാൻ ടയേർഡ് അല്ലേ, എൻ്റെ ബോഡിക്ക് ഇപ്പോൾ റെസ്റ്റ് അല്ലേ വേണ്ടത്? ഒന്നുമല്ല, നിങ്ങളുടെ ബോഡിക്ക് ഇപ്പോൾ വേണ്ടത് മൂവ്മെൻ്റ് ആണ്, എക്സസൈസ് ആണ്. ഒറ്റ മൈൻഡ്, നല്ലൊരു അടിപൊളി പാട്ടും വെച്ചിട്ട് വർക്കൗട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. കുറേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്താൽ തന്നെ ഡിസിപ്ലിൻ കുറേ കൂടി ഈസിയാവും. മറ്റൊരു കാര്യം, ലോവർ ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നതാണ്. എന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ അത് അൺറിയലിസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും. എനിക്ക് ഡെയിലി 5 മണിക്കൂർ പഠിക്കണം, ഞാൻ ഇന്ന് രാവിലെ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും, നാളെ മുതൽ ഞാൻ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി മാറ്റാൻ പോവാണ് എന്നൊക്കെ പറയും. അത് ഭയങ്കര ഹാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ മാക്സിമം അതിനെ തടയാനുള്ള വഴികളെ നോക്കുള്ളൂ. പകരം സ്റ്റാർട്ടിങ്ങിൽ ആക്ഷൻസ് മാക്സിമം ചെറുതാക്കാം. ഒരു 10 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക, 2 പേജ് വായിക്കുക. ഇതൊക്കെ കുറച്ച് ചെറിയ കാര്യങ്ങളായിട്ട് തോന്നുന്നില്ല,
പറയുന്നില്ലേ, എക്സാക്ട്ലി അതാണ് നമുക്ക് വേണ്ടത്. ചെറിയ കാര്യങ്ങളായാൽ ബ്രെയിൻ അതങ്ങനെ അവോയ്ഡ് ചെയ്യില്ല. പക്ഷേ ഈ ചെറിയ കാര്യങ്ങൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറും, നിങ്ങളുടെ ഒരു ഭാഗമായിട്ട് മാറും. അതാണ് വേണ്ടത്. അങ്ങനെ പതുക്കെ പതുക്കെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി വരാം. അത് നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. സോ ആദ്യം ചെറിയ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് മാക്സിമം കൺസിസ്റ്റൻ്റ് ആവാനായിട്ട് ശ്രമിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അവിടെ ഇൻറ്റൻസിറ്റി മാത്രമല്ല, പ്രെഡിക്റ്റബിലിറ്റിയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു കാര്യം ഒരാഴ്ചത്തേക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് അതിൻ്റെ ഒരു 60% ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബ്രെയിനിന് പാറ്റേൺസ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യം റെഗുലറായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ ദെൻ റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി കുറയും. സോ പെർഫെക്റ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് മാറ്റിയിട്ട് മാക്സിമം എല്ലാ ദിവസവും ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാം. സിമ്പിൾ. ലെറ്റ്സ് ബ്രിങ് എവറിത്തിങ് ടുഗദർ. ഇനി നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദെൻ 3 കാര്യങ്ങൾ സ്വയം ചോദിക്കുക. ഈ കാര്യം ചെയ്തു തുടങ്ങാനായിട്ട് ഈസിയാണോ, ഡിസ്ട്രാക്റ്റഡ് ആവാനായിട്ട് ബുദ്ധിമുട്ടാണോ, ആൻഡ് എനിക്കിത് എന്നും പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ തരത്തിൽ സ്മോൾ ആണോ? ഉത്തരം അല്ല എന്നാണെങ്കിൽ ദെൻ ആദ്യം പോയിട്ട് അത് ഫിക്സ് ചെയ്യുക. ബിക്കോസ് ബിഹേവിയർ ഫോളോസ് സ്ട്രക്ചർ ഓൾവേസ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പെട്ടെന്നൊരു ദിവസം കണ്ട് ഡിസിപ്ലിൻഡ് ആവുന്നില്ല കേട്ടോ. അത് പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ലെസ് തിങ്കിങ്, ലെസ് നെഗോഷിയേറ്റിംഗ് വിത്ത് യുവർ സെൽഫ്, ലെസ് ഡിപ്പെൻഡിങ് ഓൺ മൂഡ്, മോർ സ്ട്രക്ചർ, മോർ സിംപ്ലിസിറ്റി, മോർ ഓട്ടോമാറ്റിക് ആക്ഷൻ. അതാണ് റിയൽ ഡിസിപ്ലിൻ. സോ ദാറ്റ്സ് ഫോർ ടുഡേ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.